എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ദിഗ്വിജയം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിഗ്വിജയത്തിന്റെ 29ാമത്തെ സെഷനാണ്. ആദ്യമായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സ്വാമിനിക്കും അതേപോലെ തന്നെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന മറ്റുള്ളവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം ജയേട്ടൻ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മുടെ പൂജനീയ സ്വാമി മാതാജിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാക്യജ്ഞേന കൽപതാ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ശ്രീശങ്കര ഭഗവത് പാദരുടെ കൃതികളുടെയും ജീവിത ചരിത്രത്തിന്റെയും പഠന മനന നിധിധ്യാസങ്ങളുടെ ഭാഗമായി ദിഗ്വിജയം എന്ന പരിപാടി കഴിഞ്ഞ 29 ക്ലാസ്സുകളായി നടത്തിവരുന്നു. അതിൽ തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥത്തിന്റെ മനന വിശകലനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സാധനാ പഞ്ചകം എന്ന ഒരു പ്രകരണ പദ്യ കൃതിയുടെ പഠനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1ാമത്തെ ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചു കഴിഞ്ഞു. അതിന്റെ വിവരണത്തിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല.
സാധനാ പഞ്ചകം എന്ന കൃതിക്ക് സാധനാ സോപാനം എന്നും സോപാന പഞ്ചകം എന്നും ഉപദേശ പഞ്ചരത്നം എന്നും പല പേരുകളുണ്ട് എന്ന് പറഞ്ഞു. ഈ 5 ശ്ലോകങ്ങളിലായി ഓരോ ശ്ലോകങ്ങളിലും 8 സാധനകൾ വീതം അടക്കം ചെയ്ത് 40 സാധനകളാണ് ഈ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 40 സാധനകൾ ഏതൊരു സത്യജിജ്ഞാസവും ശ്രദ്ധയോടുകൂടി ശ്രവണ മനന നിധിധ്യാസങ്ങൾക്ക് വിധേയമാക്കുമോ സത്യസ്വരൂപ അനുഭൂതി ഗുരുകൃപയായി ഗുരുവിന്റെ അനിർവചനീയമായ അനുഗ്രഹ വർഷമായി സ്വാനുഭൂതമാക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ സാധനാ പഞ്ചകം എന്ന കൃതിയുടെ ആദ്യത്തെ ശ്ലോകം നാം ശ്രവണം ചെയ്തു. രണ്ടാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘ പരിധൂയതാം അവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാവ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം സംഗത്സത്സു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം ശാന്ത്യാദി പരിചീയതാം ദൃഢതരം കർമാശു സന്ത്യജ്യതാം സദ്വിദ്വാനുപസൃപ്യതാം പ്രതിദിനം തത്പാദുകാ സേവ്യതാം ബ്രഹ്മൈകാക്ഷരമർച്യതാം ബ്രഹ്മൈകാക്ഷരമർത്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം. ഒന്നാമത്തെ ശ്ലോകത്തിലെ 8 സാധനകൾ നാം ഗുരുകൃപയാ ശ്രവണം ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ശ്ലോകത്തില് ബ്രഹ്മചര്യ ആശ്രമവും വാനപ്രസ്ഥാശ്രമത്തിന്റെ തുടക്കം വരെയും വിശദീകരിച്ചു കഴിഞ്ഞു. ബ്രഹ്മചര്യാശ്രമത്തില് ഒരു സാധകൻ നിത്യവും വേദം അധ്യയനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. വേദത്തിന്റെ പ്രാമാണികത അലൗകിക വിഷയങ്ങളിൽ അനുപേക്ഷണീയമാണ്. ഇന്ദ്രിയദ്വാര നമുക്ക് ശ്രവണം ചെയ്യാനോ മനനം ചെയ്യാനോ അനുഭൂതമാക്കാനോ കഴിയാത്ത അലൗകികമായ അദൃശ്യ സത്യത്തെക്കുറിച്ച് ശ്രവണം ചെയ്യണമെങ്കിൽ, മനനം ചെയ്യണമെങ്കിൽ, അനുഭൂതമാക്കണമെങ്കിൽ അതിന് പ്രമാണം വേദമാണ്. അതുകൊണ്ട് വേദം നിത്യവും അധ്യയനം ചെയ്യണം. അതിനനുസരിച്ചുള്ള 8 സാധനകൾ പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് സംഗത്സത്സു വിധീയതാ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഭവസുഖേ ദോഷോനുസന്ധീയത. ഈ സംസാര ദുഃഖത്തില് ദോഷത്തെ ദർശിക്കണം. സംസാരം അതീവ ദുഃഖകരമാണ്, ഭയജനകമാണ്, നശ്വരമാണ്, ക്ഷണികമാണ്, അയഥാർത്ഥമാണ്, മായയാണ് എന്നൊക്കെ വളരെ വിശദമായി നാം ശ്രവണം ചെയ്യണം. അങ്ങനെ ഭവസുഖത്തില് ദുഃഖത്തെ ദർശിച്ചിട്ട് ആത്മേച്ഛാവ്യവസീയത, സത്യസ്വരൂപമായിരിക്കുന്ന പൂർണ്ണ ചൈതന്യത്തില് ശ്രദ്ധ വന്നിട്ട് നിജഗൃഹാത് പൂർണം വിനിർഗമ്യതാം, ഇപ്പോഴിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്നും ഗൃഹസ്ഥാശ്രമത്തില് വേണ്ട വിധേന വേദ ഉപദിഷ്ടങ്ങളായ കർമ്മങ്ങളെ ചെയ്ത സാധകൻ സാധ്യമായിരിക്കുന്ന സത്യത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടി എന്ത് വേണം? ഗൃഹസ്ഥാശ്രമം വിധിയാം വണ്ണം
ധർമാനുസൃതമായി അനുഷ്ഠിച്ച് വാനപ്രസ്ഥത്തിലേക്ക് പോകണം. പ്രസ്ഥാനം ചെയ്യുക എന്ന് പറഞ്ഞാല് പോവുക. എവിടേക്ക് പ്രസ്ഥാനം ചെയ്യണം? വനത്തിലേക്ക് പോകണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വനത്തിലേക്ക് പോവുക സാധ്യമല്ല. കാരണം ഇന്ന് വനം മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ വേണ്ടി അത്യാവശ്യമില്ല. പിന്നെ നമുക്ക് അവിടെ ചെന്നാല് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് പുത്രന്റെ മുഖം ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ വാനപ്രസ്ഥം ചെയ്യണമെന്നാണ്. വാനപ്രസ്ഥം ചെയ്യുക എന്ന് പറഞ്ഞാല് നിജഗൃഹ തൂർണം വിനിർഗമ്യത, പൊടുന്നനെ പെട്ടെന്ന് ആ ഗാർഹിക വ്യവഹാരങ്ങളിൽ നിന്ന് മാറിയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഗാർഹിക വ്യവഹാരങ്ങളിൽ നിന്ന് മാറിയാൽ പിന്നെ എങ്ങനെ ജീവിക്കണമെന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഒന്നാമത് പറയുന്നത്. സംഗത് സത്സു വിധീയതാം, സത്സുഹു സംഗഹ വിധീയതാം. സജ്ജനങ്ങളുമായിട്ട് സംഘം ചേരണം. നമ്മള് വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ അതുവരെ ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് ചെയ്ത് ഹൃദയത്തിനും ബുദ്ധിക്കും ആവശ്യമായ വികാസം സംതൃപ്തമായി കഴിഞ്ഞാൽ സത്യത്തെക്കുറിച്ച് അവബോധമുണ്ടാകും. അസത്യത്തെക്കുറിച്ച് ശരിയാവണ്ണം ഗ്രഹിച്ച് സത്യസ്വരൂപത്തിൽ ശ്രദ്ധ നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളുടെ വ്യവഹാരം ലൗകിക വ്യവഹാരമായി തുടരും. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാല് ഇന്ന് ഒന്നുകില് വൃദ്ധാശ്രമങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ അവിടെ ആയാലും നമ്മൾ ഏത് വ്യവഹാരത്തിലാണ് ഇടപെടുന്നത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സംഘ രീതി, നമ്മളുടെ സംഘം സത്തുക്കളുമായിട്ടാണോ സത്തുമായിട്ടാണോ സത്യവുമായിട്ടാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നമ്മള് ലൗകിക വിഷയത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ കൂടുതൽ ശ്രദ്ധിക്കണം, ലൈഫ് സ്പാൻ ഒക്കെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സത്യത്തിലേക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലൗകിക വ്യവഹാര വിരതി വന്നിട്ടുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. ലൗകിക വ്യവഹാരം എന്ന് പറയുമ്പോൾ നമ്മള് എത്ര നേരം ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നു. നമ്മള് ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാക്സിമം ടൈമും ഒന്നുകിൽ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ TV പോലുള്ള മീഡിയാസ്, അല്ലെങ്കിൽ ബന്ധുജനങ്ങളും മിത്രങ്ങളുമായിട്ടുള്ള സംസാരം, ന്യൂസ് പേപ്പർ പോലുള്ള വായന ഉപാധികളും, ഇതെല്ലാം വെച്ച് നോക്കുമ്പം 24 മണിക്കൂറുള്ളതില് നാം ആരോടൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമെങ്കിൽ നമുക്ക് ഒരു കാര്യം സ്വയം തന്നെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. നാം സത്സംഗത്തിൽ ഏർപ്പെടുന്നവരാണോ? സംഗഹ സത്സുഹു വിധീയതാം. സത്സുഹു സംഘ, സത്തുക്കളുമായിട്ടാണോ വ്യവഹരിക്കുന്നത്? മൊബൈലില് ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലാണോ, റീൽസിലാണോ, യൂട്യൂബിലാണോ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്സ് ആണോ അതോ മറ്റു കാര്യങ്ങളാണോ? ഭൂലോക വ്യവസ്ഥിതിയെ കുറിച്ച് വളരെ ചിന്തിച്ച് വിഷണ്ണരായിക്കൊണ്ടിരിക്കുകയാണോ? അതിനെങ്കിലും എന്തെങ്കിലും പ്രതിവിധി കാണാനുള്ള പദ്ധതിയിലാണോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് സത്യം എന്താണ് എന്ന് ശ്രദ്ധിക്കുന്ന വിവേകിയെ സംബന്ധിച്ച് ലൗകിക വ്യവഹാരങ്ങൾ കുറച്ചു കൊണ്ടുവന്ന്, എന്ന് പറഞ്ഞാൽ ലൗകിക വ്യവഹാരം എന്ന് പറഞ്ഞാൽ പിന്നെ പുത്രന്റെ മുഖം ദർശിച്ചാൽ വാനപ്രസ്ഥത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഈ പുത്രന്റെ ബേബി സിറ്റേഴ്സ് ആയാല് നമ്മൾ വീണ്ടും പഴയ ചെയ്ത കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ള വിവാഹങ്ങൾക്കൊക്കെ പോവുക, പബ്ലിക് ഫംഗ്ഷൻസിനൊക്കെ പോവുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ അവിടെയെല്ലാം നമ്മൾ സത്സംഗം നടത്തുന്നില്ല. നമ്മള് സ്വസ്വരൂപ അനുസന്ധാനത്തിനുള്ള സർവ അവസരങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലൗകിക വ്യവഹാരത്തിലാണോ തുടരുന്നത് എന്നൊരു സാധകൻ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യ ഭഗവത്പാദർ
അനുപമ ദയാവാരിധിയായിരിക്കുന്ന ഗുരുശ്രേഷ്ഠൻ നമ്മളോട് പറയുന്നു, സത്സുഹു സംഘവിധീയതാം. സത്പുരുഷന്മാരുമായിട്ട് സദ്ഗ്രന്ഥങ്ങളുമായിട്ട് നമ്മള് സത്യവുമായിട്ട് ചേർന്നിരിക്കണം, അത് തന്നെ ചർച്ച ചെയ്യണം. അപ്പൊ നമ്മളുടെ ഭൗതിക വ്യവഹാരമാണോ ആത്മീയ വ്യവഹാരമാണോ എന്ന് വേർതിരിച്ചറിയുന്നതിനുള്ള ശ്രദ്ധ സ്വയം വളർത്തിയെടുത്തിട്ട് നാം ഏത് മാനസിക ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇപ്പോഴേ ഒരു വലിയ ഗൃഹത്തിലാണ് താമസിക്കുന്നത്. ചിലരൊക്കെ പറയും 5 സ്റ്റാർ പോലുള്ള വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽസിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചു നോക്കൂ. ഓരോരുത്തർ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവനവന്റെ മാനസിക ലോകത്താണ് ജീവിക്കുന്നത്. അവനവൻ മനസ്സുകൊണ്ട് ഏത് ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നുവോ അത് സ്റ്റാർ ഹോട്ടൽ ആയാലും സ്റ്റാർ ഹൗസസ് ആയാലും എവിടെയായാലും തന്റെ മാനസിക ലോകം അസ്വസ്ഥതയുടെയും അരക്ഷിതത്വത്തിന്റെയും ആണ് എങ്കിൽ ആ അരക്ഷിതത്വത്തിലും അസമാധാനത്തിലുമായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം, നമ്മൾ ഏത് മാനസിക ലോകത്തിലാണ് വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നമ്മളുടെ ബാഹ്യ ലോകം രൂപപ്പെടുന്നത്. കാരണം എന്താ വെച്ചാല് നമ്മളുടെ ഉള്ളില് സംഗീതം വളരെ പ്രബലമാണ് എങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ സംഗീത അഭിരുചിയുള്ളവരായിരിക്കും. അതുപോലെ വിഷയ വ്യവഹാരത്തിലാണ് നമുക്ക് അഭിരുചിയെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ വിഷയ ആഭിമുഖ്യമുള്ള വിഷയലംബടന്മാരായിരിക്കും. മദ്യപാനമാണ് നമ്മളുടെ ആസക്തിയെങ്കില് ശക്തിയെങ്കില് മദ്യപാനികളായിരിക്കും നമ്മളുടെ സുഹൃത്തുക്കൾ. ആത്മീയതയാണ് നമ്മളുടെ ശ്രദ്ധയെങ്കില് നമ്മൾ ആത്മീയതയിലേക്ക് ശ്രദ്ധയുള്ളവരായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ ആന്തരിക ലോകം എങ്ങനെയാണ് എന്ന് ശ്രദ്ധിച്ചാൽ നമ്മളുടെ ബാഹ്യലോകം അതിനനുസരിച്ച് സ്വയമേവ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് ബോധ്യപ്പെട്ടു വരും. സത്സംഗം ചെയ്താൽ, സത്തുക്കളുമായി സജ്ജനങ്ങളുമായി സദ്ഗ്രന്ഥങ്ങളുമായി നാം സംഘം ചെയ്താൽ നമുക്ക് ഈശ്വരവിശ്വാസം ഉണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാകും. മാത്രവുമല്ല ശ്രദ്ധയും ഭക്തിയും ശാസ്ത്രവിശ്വാസം ഉണ്ടാകും, ശാസ്ത്ര വിചാരം ചെയ്യാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ആചാര്യ ഭഗവത് പാദർ ഭജഗോവിന്ദത്തിൽ പറഞ്ഞു, സത്സംഗത്വേ നിസംഗത്വം. സത്സംഗം ചെയ്യുമ്പോൾ മാത്രമേ ഇഹലോക വൈരാഗ്യം ഉണ്ടാകൂ, വിവേകികൾക്ക് മാത്രമേ വൈരാഗ്യം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ആ വൈരാഗ്യം ഉണ്ടാകുന്നതിന് പര്യാപ്തമായ രീതിയിലുള്ള സത്സംഗം നമുക്ക് വരണം. അല്ലെങ്കിൽ ഈ സംസാര സുഖം സത്യമാണ് എന്ന് വിചാരിച്ച് അതിൽ രസിച്ചും രമിച്ചും ഭ്രമിച്ചും മോഹിച്ചും മതിച്ചും മയങ്ങിയും ജീവിതം നശിച്ചു പോകും എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്സംഗം ചെയ്യണം. അരനിമിഷം കളയാതെ വിവേകത്തോടു കൂടി നമ്മൾ സത്സംഗം ചെയ്യണം. ഇങ്ങനെ വൈരാഗ്യം വരും. അങ്ങനെ വൈരാഗ്യം വരുമ്പോൾ വൈരാഗ്യം വരുന്നതിനനുസരിച്ച് വീണ്ടും അപ്പം സംഗത് സത്സു വിധീയതാം. രണ്ടാമത്തെ സാധന പറയുകയാണ്, ഭഗവതോ ഭക്തിർ ദൃഢാധീയത. ഭഗവതഃ ഭഗവാനിൽ ദൃഢാഭക്തി ആധീയത. ഭഗവാനിൽ ദൃഢമായ ഭക്തി ഉണ്ടാകണം. ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് ആരാണ് ഭഗവാൻ സത്യമാണ് എന്ന് പറഞ്ഞു തരുന്നത്? ഇന്ന് ഈ ഭൂലോകം മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളരെ വിപുലമായ വളർച്ച കൊണ്ട്, അതിന്റെ പ്രാബല്യം കൊണ്ട് ദൈവത്തെ സത്യമായി അംഗീകരിച്ചിട്ടില്ല, ശാസ്ത്രത്തെ സത്യമായി അംഗീകരിച്ചിരിക്കുന്നു. ദൈവം സത്യമാണ്, നീ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം അസത്യമാണ്, നിന്റെ കണ്ണ് കാട്ടിത്തരുന്നത്, ഇന്ദ്രിയങ്ങൾ കാട്ടിത്തരുന്നത് അസത്യമാണ് എന്ന് പറയാൻ നമ്മളുടെ മുമ്പിൽ ഒരാള് മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഗുരു. സത്യസ്വരൂപനായിരിക്കുന്ന അദൃശ്യവും അരൂപവുമായ ബോധം തന്നെ സ്വരൂപമായിരിക്കുന്ന ഗുരു മാത്രമേ ഉള്ളൂ. ആ ഗുരു പറഞ്ഞു തരുന്ന ഭഗവാനിൽ നമുക്ക് ദൃഢമായ ഭക്തി ഉണ്ടാകണം.
നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ മനുഷ്യരെ സമാശ്രയിക്കാൻ പോകുന്നു, ഭൗതിക ലോകത്തെ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ളവരോടൊക്കെ ആചാര്യ ഭഗവത് പാദർ പറയുകയാണ്, കുഞ്ഞേ, ഭഗവതോ ഭക്തിർ ദൃഢാധീയതാം, ഭഗവതഃ ദൃഢാഭക്തിഃ ആധീയതാം. ഭഗവാനിലെ ദൃഢമായ ഭക്തി വളർത്തിയെടുക്കണം. ഭഗവാനില് ഭക്തി വളർത്തിയെടുക്കുന്നവർക്ക് യാതൊരുവിധ ആഗ്രഹവും വരില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഈ ക്ഷണികവും നശ്വരവുമായിരിക്കുന്ന ലോകത്ത് നിന്ന് ഒന്നും നേടാനില്ല. കാമിനി വേണ്ട, കാഞ്ചനം വേണ്ട, കീർത്തി വേണ്ട, അംഗീകാരം വേണ്ട, ആദരവ് വേണ്ട, ഒന്നും വേണ്ട. ആരാധിച്ചേക്കാം ജനങ്ങൾ പ്രഭോ പ്രഭോ എന്ന് വിളിച്ചായത് അല്പകാലം മാത്രം നിലനിൽപ്പതാം എന്ന് രാമകൃഷ്ണ പരമഹംസരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ സമയം മുഴുവനും ഭഗവത് ദർശനത്തിന് നമ്മെ പ്രാപ്തരാക്കുന്ന തരത്തില് ആ ഭഗവാനിൽ ശ്രദ്ധ നിർത്തിക്കൊണ്ട് യത് കരോഷി യത് അശ്നാദി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മത അർപ്പണം. എന്ത് കണ്ടാലും, എന്ത് അശിച്ചാലും, എന്ത് കേട്ടാലും, എന്ത് ദാനം ചെയ്താലും, എന്ത് തപസ് ചെയ്താലും എല്ലാം തത് കുരുഷ്വ മത അർപ്പണം, എന്നിൽ അർപ്പണമായി ചെയ്യുക. അതുകൊണ്ട് ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിക്കണം. ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇതിഹാസ പുരാണാദി കഥകളാണ് നമ്മളുടെ മുമ്പിൽ എല്ലാം വ്യാസ മഹർഷി വരച്ചു കാട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കൂ, ദ്രൗപദി ഒന്ന് നോക്കൂ. ആ കൗരവ സദസ്സിൽ വെച്ചിട്ട് അപമാനിക്കപ്പെട്ടപ്പോൾ കൃഷ്ണ ഭഗവാനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു, പലവുരു വിളിച്ചു, ഭഗവാൻ എത്തിയില്ല. അവസാനം ഹൃദയ അന്തര്യാമി സർവവ്യാപ്ത ചൈതന്യമേ കൃഷ്ണ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ അഭയം കൊടുത്ത ഭക്തി നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞതാണ്. ധ്രുവന്റെ കാര്യത്തിലായാലും പ്രഹ്ലാദന്റെ കാര്യത്തിലായാലും ഇതുപോലെ നമുക്ക് ആ ഭക്തിയുടെ പാരമ്യതയിൽ ലഭിക്കുന്ന ഭഗവത് അനുഗ്രഹത്തെ സ്പഷ്ടമായി ദർശിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, നമേ ഭക്ത പ്രണശ്യതി. സാധാരണ മനുഷ്യര് പറയുന്നത് പോലെ അല്ല പറഞ്ഞത്. എന്റെ ഭക്തൻ ഒരിക്കലും ഒരു കാലത്തും നാശമുണ്ടാകുന്നില്ല. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരു കാലത്തും നാശമില്ല. മത് ചിത്ത സർവദുർഗാണി മത് പ്രസാദാത് തരിഷ്യത്തെ. എന്റെ ഭക്തന്റെ എല്ലാവിധ ദുഃഖങ്ങളും എന്റെ പ്രസാദത്താല്, എല്ലാ പ്രതിസന്ധികളും എന്റെ അനുഗ്രഹത്താല് തരണം ചെയ്യാൻ കഴിയും. ഭഗവാൻ ഗീതയിൽ വീണ്ടും പറയുന്നുണ്ട്, അനന്യാ ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. യോഗക്ഷേമം അഹം വഹാമി. അനന്യഭക്തിയോടുകൂടി എന്നെ തന്നെ അഭയം പ്രാപിക്കുന്നവന്റെ സകല കാര്യങ്ങളും ഞാൻ തന്നെ നിർവഹിക്കും എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവത് സ്മരണ കൈവിടാതിരിക്കുക. ഭഗവാനിൽ തന്നെ സമ്പൂർണമായി നമ്മെ സമർപ്പിക്കാം. ഭഗവാൻ സർവവ്യാപിയാണ് എങ്കിൽ ആ സർവവ്യാപിയിൽ നിന്ന് നമുക്ക് മാറി നിലനിൽപ്പില്ല. ഭഗവാൻ ദൂരത്താണെന്ന് വിചാരിക്കേണ്ട. ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ്, നമ്മളുടെ ഹൃദയ ചൈതന്യമാണ്. ഹൃദയ ചൈതന്യമായി നമ്മളുടെ ഉള്ളിലിരുന്നു കൊണ്ട് സകലവിധ ചിന്തകളെയും പ്രകാശിപ്പിക്കുന്നുണ്ട്, സാക്ഷിയായി വർദ്ധിക്കുന്നുണ്ട്, അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സർവത്ര പൂർണ്ണമായിരിക്കുന്ന ആ അനന്ത വൈഭവത്തിൽ നിന്ന് മാറി നമുക്ക് നിലനിൽപ്പില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാനെ സർവദാ സമാശ്രയിക്കാം. അപ്പോൾ നമുക്ക് സർവത്ര പൂർണ്ണമായിരിക്കുന്ന ആ ചൈതന്യത്തിൽ വിശ്വാസം വരും, ഭക്തി വരും. അങ്ങനെയുള്ള ഒരു ജീവിത കഥാ സന്ദർഭം നിങ്ങളുമായി പങ്കുവയ്ക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ പ്രസാദ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ന്യൂറോ സർജൻ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് വേൾഡ് ന്യൂറോ സർജറി കോൺഫറൻസ് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന വേളയില് അദ്ദേഹത്തിന് ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ പ്രസാദ് ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി
മുംബൈയിൽ നിന്നും ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് എടുത്തതിന് ശേഷം ഫ്ലൈറ്റ് ഏതാണ്ട് കൊൽക്കത്തയോട് അടുക്കുന്ന സമയമായപ്പോഴേക്കും അതിന്റെ എഞ്ചിന് തകരാറ് സംഭവിച്ചു. ആ എഞ്ചിന് തകരാറ് സംഭവിച്ചത് കാരണം ഫ്ലൈറ്റ് ജംഷഡ്പൂർ എയർപോർട്ടില് ഇറക്കേണ്ടി വന്നു. ഡോക്ടർ പ്രസാദിന് തനിക്ക് ലഭിക്കാൻ പോകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്തായാലും വാങ്ങണമെന്നും ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണമെന്നും വളരെ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. അദ്ദേഹം വിചാരിച്ചു ജംഷഡ്പൂരിൽ നിന്നും ഏതാണ്ട് 4 മണിക്കൂർ മാത്രമേ കൊൽക്കത്തയിലേക്ക് റോഡ് വഴി ട്രാവൽ ചെയ്യാനുള്ളൂ. ഒരു ടാക്സി എടുത്ത് പോകാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ജംഷഡ്പൂർ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഏതാണ്ട് 7 മണിയോളമായി. അതിശക്തമായ കാറ്റും കോളും മഴയും. 7 മണിയോട് അടുത്തപ്പോഴേക്കും കാറ് ബ്രേക്ക് ഡൗൺ ആയി. ചുറ്റുപാടും ഇരുട്ടും. വഴി തെറ്റിയോ എന്ന് സംശയം. എന്തായാലും അദ്ദേഹം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തൊട്ടടുത്ത് ഒരു വീട് കണ്ടു. ആ വീടിന് മുന്നിൽ ചെന്ന് കതകില് മുട്ടി വിളിച്ചു. ഏതാണ്ട് 50 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവര് ചോദിച്ചു എന്താണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വീട്ടില് ടെലിഫോൺ സൗകര്യമുണ്ട് എങ്കിൽ ഒരു ടാക്സി പിടിക്കുന്നതിന് ഫോൺ ചെയ്യാൻ അനുവദിക്കണം. ഉടനെ അവര് പറഞ്ഞു, ടെലിഫോൺ പോയിട്ട് ഞങ്ങൾക്ക് മറ്റ് സാധാരണ ജീവിത ഉപായത്തിനുള്ള മാർഗം പോലും ശരിയായിട്ടില്ല. എന്തായാലും അങ്ങ് അകത്തേക്ക് കയറി വന്നിരുന്നാൽ ചായയും ബിസ്ക്കറ്റും തരാം. ആ കോരിച്ചൊരിയുന്ന മഴയില് അദ്ദേഹം വിചാരിച്ചു എന്തായാലും ചായ കുടിക്കാം എന്ന് വിചാരിച്ച് അകത്തേക്ക് കയറിയിരുന്നു. അദ്ദേഹത്തിന് ആ സ്ത്രീ ഒരു ചായ ഇട്ടുകൊടുത്ത് ബിസ്ക്കറ്റും കൊടുത്തു. അതവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന വേളയില് അവര് സന്ധ്യാവേളയിലെ ഭജനയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. ഉടനെ തന്നെ ഈ ഡോക്ടർ പ്രസാദ് ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അവര് പറഞ്ഞു, തീർച്ചയായിട്ടും ദൈവത്തിന് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് 2 പശുക്കളുണ്ട്. ആ പശുക്കളുടെ പാലെടുത്താണ് അങ്ങേക്ക് ഇപ്പോ ചായ തന്നത്. ദൈവാനുഗ്രഹം ഇല്ല എങ്കിൽ, ദൈവത്തിന്റെ സൃഷ്ടിയല്ല എങ്കിൽ ആ പശുക്കൾ എങ്ങനെ നമുക്ക് പാല് തരും? അദ്ദേഹം വിചാരിച്ചു, ഇവർക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കുറിച്ചോ പ്രപഞ്ചത്തിന്റെ നിയാമകമായ രീതിയെ പറ്റിയോ ഒന്നും അറിവില്ലാത്തവരല്ലേ പാവം ഗ്രാമീണർ. തുടർന്ന് ആ സ്ത്രീ പറഞ്ഞു, മാത്രവുമല്ല ഈ പശുക്കൾക്ക് പുല്ല് തിന്നണമെങ്കിൽ സമുദ്രത്തിലെ ജലം നീരാവിയായി മുകളിലേക്ക് പോയി മഴയായി വന്നെങ്കിലേ ആ പുല്ല് വളരുകയുള്ളൂ. അദ്ദേഹം വീണ്ടും കാതോർപ്പിച്ചു, എന്താണ് ഈ സ്ത്രീ പറയുന്നത്? അങ്ങനെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇവൾ ഭയങ്കര ദൈവവിശ്വാസിയാണ്, വളരെ വലിയ ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞതും അദ്ദേഹം ശ്രദ്ധിച്ചു. ആ വീടിന്റെ ഒരു മൂലയില് ഏതാണ്ട് 10-15 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി അബ്നോർമൽ ബിഹേവിയറോട് കൂടി ഇരിക്കുന്നത് ശ്രദ്ധിച്ചു. ആ കുട്ടി എന്താണ് അങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഫ്രീക്വന്റ് ആയിട്ട് ആ കുട്ടിക്ക് എപ്പിലെപ്സി വരാറുണ്ട്, ഫിറ്റ്സ് വരാറുണ്ട്. പക്ഷേ ഭർത്താവ് തുടർന്ന് പറഞ്ഞു, പക്ഷേ എന്റെ ഭാര്യയുടെ വിചാരം ആ എപ്പിലെപ്സി ദൈവം മാറ്റിത്തരും എന്നാണ്. എങ്ങനെ ദൈവം മാറ്റിത്തരും എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ ഇവിടെ ജംഷഡ്പൂർ ഹോസ്പിറ്റലില് ഈ കുട്ടിയെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവിടെ പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു സർജറി ആവശ്യമുണ്ട്. ആ സർജറി മുംബൈ ബ്രീച്ച് ക്യാൻഡി ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ പ്രസാദിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് 2
തലച്ചോറ് രണ്ടായിട്ട് പകർന്ന് അതിനിടയിലുള്ള ഏതോ ഒരു കാലിസോട്ടമി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആണെന്നും പറഞ്ഞു. ഇവൾ പറയുന്നത് ദൈവം അതിനുള്ള വഴിയൊരുക്കും എന്നാണ്. ഞാൻ അത് കേട്ട് വിശ്വസിച്ചിരിക്കുന്നു. ഇത് കേട്ടതും ഡോക്ടർ പ്രസാദ് ചെവി രണ്ടും പൊത്തി. അദ്ദേഹം തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായി, കാറ് ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ വന്ന് മുട്ടിയത് ഈ വാതിലിലാണ്. ഇതാരാണ് നിശ്ചയിച്ചത്? ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? നമ്മൾ ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ തീർച്ചയായും അനുഗ്രഹിക്കും എന്ന് വിചാരിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി ആമന്ത്രണം ചെയ്ത് അത് നടപ്പിലാക്കും എന്നുള്ളതിന്റെ പ്രത്യക്ഷ യാഥാർത്ഥ്യമാണ്. ഡോക്ടർ പ്രസാദ് ആ കുട്ടിയുടെ സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ കുട്ടിയെ ബ്രീഷ് കാൻഡി ഹോസ്പിറ്റലിൽ എത്തിച്ച് സർജറി ചെയ്ത് അത് സുഖപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ അത് അവിചാരിതമായി സംഭവിച്ചതാണ്, സാന്ദർഭികമാണ് എന്നൊക്കെ പല കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് പറയാൻ തോന്നിയേക്കാം. അല്ല, ഭഗവാനിൽ സമർപ്പിക്കുന്നവരുടെ കാര്യങ്ങൾ ഭഗവാൻ തന്നെ നിർവഹിക്കും എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഒരു സന്ദർഭമാണ് നമ്മളുടെ മുമ്പിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. അതുകൊണ്ട് ഭഗവാനെ സമാശ്രയിക്കുക. ഭഗവാൻ തന്നെ രക്ഷ നൽകും. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യുന്നതിനുള്ള കരുത്തും വീര്യവും ബലവും ഓജസ്സും ധൈര്യവും എന്ന് വേണ്ട സകലതും ആ ഭഗവാൻ നൽകി നാം നിൽക്കുന്ന തലത്തിൽ നിന്നും ഒരുപടി ആ സത്യസ്വരൂപത്തിലേക്ക് ഉയർന്ന് സത്യസ്വരൂപമായി അനുഭവിക്കുന്നതിന്, ആ അഭിന്നമായിരിക്കുന്ന അഭേദമായിരിക്കുന്ന പൂർണ്ണ ചൈതന്യത്തെ സ്വാത്മാവായി ദർശിക്കുന്നതിന് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു നിമിഷം പോലും കളയാതെ ഭഗവാനെ സമാശ്രയിക്കണം എന്ന് ശങ്കര ഭഗവത് പാദ രണ്ടാമത്തെ സാധനയായി പറഞ്ഞത്. സംഗത് സത്സു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാ. ഭഗവാനില് സുദൃഢമായ ഭക്തി വളർത്തിയെടുക്കുക. മൂന്നാമത്തെ സാധന ശാന്ത്യാദി പരിചീയതാ ദൃഢതരം കർമാശു സന്ധ്യജ്യതാ. ശാന്ത്യാദി പരിചീയതാം, ശാന്തി തുടങ്ങിയവ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ആർജിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. എന്താണ് ഈ ശാന്തി തുടങ്ങിയവ എന്ന് പറയുന്നത്? ശാന്തി, ദാന്തി, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം. ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് ഈ ശാന്ത്യാദികളെ പറ്റി വിശദീകരിച്ചിരിക്കുന്നത്. അതായത് ശാന്തി എന്ന് പറഞ്ഞാൽ ശമം. മനോനിഗ്രഹ ശമം. തത്വബോധം എന്ന കൃതിയിൽ നമ്മൾ വ്യക്തമായി അത് ദർശിച്ചതാണ്. മനോനിഗ്രഹമാണ് ശമം. മനസ്സിനെ നിഗ്രഹിക്കണം. മനസ്സ് അസത്യമാണ്, ചിന്ത അസത്യമാണ്. ഈ മനസ്സ് ഇന്നേ വരെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ആസുരീ സമ്പത്തിന്റെ ഒരു വൈപുല്യമാണ്. ആസുരീ സമ്പത്ത് വേണ്ട. നമ്മളുടെ ഉള്ളിൽ ജ്ഞാനരത്നത്തെ അപഹരിക്കുന്നതിനായി സ്ഥിതി ചെയ്യുന്ന കള്ളന്മാരെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് ശങ്കര ഭഗവത് പാദർ നമ്മളോട് വ്യക്തമായി ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ടന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത ജാഗ്രത. കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ടന്തി തസ്കരാഹ. നമ്മളുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 കള്ളന്മാരാര് ആരൊക്കെയാണ്? കാമവും ക്രോധവും ലോഭവും. അതുകൊണ്ട് ഇവര് ജ്ഞാനരത്നം അപഹരിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഉണർവായിട്ടിരിക്കണം. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ത്യജിക്കണം. ഏത്? നരകത്തിന്റെ വാതായനങ്ങളാണ് കാമവും ക്രോധവും ലോഭവും. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കാനുള്ളതല്ല. അതുകൊണ്ട് കാമ്യേ മതിത്യജ്യതാം, ബുദ്ധിയെ കാമ്യ വിഷയങ്ങളിൽ നിന്ന് ത്യജിക്കണമെന്ന് നമ്മൾ 1ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു. അതുപോലെ ആസുരീ സമ്പത്ത് വളർത്തരുത്.
ദൈവീ സമ്പത്ത് വളർത്തണം. അതുകൊണ്ടാണ് 16-ാമത്തെ അധ്യായത്തില് ഭഗവാൻ ഗീതയില് വ്യക്തമായി പറയുന്നുണ്ട് ദൈവ അസുര സമ്പത്ത് വിഭാഗ യോഗം. അപ്പൊ സമ്പത്ത് എന്താണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ഈ ലൗകികമായ സമ്പത്തേ അല്ല, അത് സമ്പത്തല്ല. നമ്മളുടെ പ്രാണനില് വാസനയായി നമ്മൾ ചേർത്ത് വെക്കുന്നത് എന്താണോ അതാണ് സമ്പത്ത്. അപ്പൊ ആ സമ്പത്തും ശേഖരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകുന്നത്. അതുകൊണ്ട് ദൈവീ സമ്പത്ത് ആർജിക്കണം, ദൈവീ സമ്പത്ത് വളർത്തിയെടുക്കണം. അതിന് യമനിയമങ്ങൾ നമ്മൾ പാലിക്കണം. ശമാധി സമ്പത്ത്, ഷഡ്ക സമ്പത്ത് നമുക്കുണ്ടായിരിക്കണം. അത് സാധനാ ചതുഷ്ടയ സമ്പത്തിയുടെ ഭാഗമാണ്. അപ്പൊ മനോനിഗ്രഹം, മനസ്സിനെ എങ്ങനെ നിഗ്രഹിക്കണമെന്ന് നമ്മൾ പലവരും വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി ദമം. ദമം എന്ന് പറഞ്ഞാല് ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹം. ചക്ഷുരാദി ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രണമെങ്കിൽ മനോനിഗ്രഹം ഉണ്ടെങ്കിൽ ദമം വരും. പക്ഷെ മനോനിഗ്രഹം പൂർണ്ണമായി സാധിച്ചിട്ടില്ല, ക്രോധം വരുന്നു. ക്രോധം വന്നാല് വിവേകപൂർവം ദമം പാലിച്ചിരിക്കണം. ഇന്ദ്രിയങ്ങൾ കോപം വന്നിട്ട് ഇന്ദ്രിയങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങൾ പ്രവഹിപ്പിക്കരുത്, ചലിപ്പിക്കരുത്. കോപം വന്നിട്ട് വാക്കിനെ പ്രവഹിപ്പിക്കരുത്. അപ്പൊ അവിടെ ഇന്ദ്രിയങ്ങളെ വാഗാദി കർമ്മേന്ദ്രിയത്തെയും ചക്ഷുരാദി ജ്ഞാനേന്ദ്രിയത്തെയും നിയന്ത്രിച്ച് ദമം പരിശീലിക്കണം. അപ്പൊ ഇത് അഭ്യസിക്കണം. ഇത് നമ്മളുടെ ഉള്ളില് വളരെ വ്യക്തമായി സ്പഷ്ടമായി നമ്മൾ വളർത്തിയെടുക്കുന്നതിന് ഓരോ നിമിഷവും അവബോധപൂർവം, അവബോധം എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാല് ആ ധാതുവിന്റെ അർത്ഥം തന്നെ രക്ഷിക്കുക. അപ്പൊ ബോധം തന്നെ നമ്മളെ രക്ഷിക്കണം, അതാ അവബോധം എന്ന് പറയുന്നത്. ബോധം തന്നെ നമ്മളെ രക്ഷിക്കണമെങ്കിൽ അവബോധപൂർവം നമ്മള് ചിന്തകളെ, വാക്കുകളെ, കർമ്മങ്ങളെ ഒക്കെ നടപ്പിൽ വരുത്താം. അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി ശമവും ദമവും പാലിക്കണം. ശമം മനോനിഗ്രഹമാണ് എങ്കിൽ ദമം ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹമാണ്. അതായത് അനാരോഗ്യകരമായ അനുഭവങ്ങളിലേക്ക് നയിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് നമ്മൾ പോകരുത്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ പോകാൻ അനുവദിക്കരുത്. നമ്മൾ ഏത് തരത്തിലാണ്, അത് നേരത്തെ പറഞ്ഞില്ലേ, സംഘ സത്സുഹു വിധീയത എന്ന് പറഞ്ഞതുപോലെ സത്സംഗം ഉണ്ടായിരിക്കണം. അല്ലാതെ വേണ്ട, യാതൊരുവിധ ലൗകിക വ്യവഹാരങ്ങളും നമുക്ക് സമ്പത്ത് നൽകില്ല, അസുരീ സമ്പത്തെ വളർത്തുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉപരമമുള്ളവരായിരിക്കണേ. ബാഹ്യ അനാലംബനം വൃത്തി, ബാഹ്യവൃത്തികളിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ട. ആന്തരിക ആത്മ ആകാര വൃത്തി നമ്മൾ ശ്രദ്ധയുള്ളവരായിരിച്ച് ഉപരമം ഉണ്ടായിരിക്കണം. തിതിക്ഷ ഉണ്ടായിരിക്കണം. തിതിക്ഷ എല്ലാവർക്കും അറിയാം, നമ്മൾ വളരെ വിശദമായിട്ട് തത്വബോധത്തിന്റെ ക്ലാസ്സുകളിൽ ശ്രവണം ചെയ്തതാണ്. അതെന്താണെന്ന് ചോദിച്ചാല് സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സാ തിതിക്ഷ നിഗദ്യതേ. ഇനി ഏത് ദുഃഖം വന്നാലും, ഏത് വികാര പ്രക്ഷുബ്ധത വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ചിന്തയോ വിലാപമോ കൂടാതെ അതിനെ സമീകരിച്ച് കാണുന്നതിനുള്ള ആന്തരിക കരുത്ത്, സത്യത്തിലെ ശ്രദ്ധയെ നിർത്തിക്കൊണ്ട് വളർത്തിയെടുക്കുന്നതിനാണ് തിതിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ തിതിക്ഷ നമ്മളെ ചിന്തയോ വിലാപമോ കൂടാതെ, അത്ര എളുപ്പമല്ല കാര്യം. ഇതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കരുത്. നമ്മളോട് ആരെങ്കിലും പ്രതികൂലമായി സംസാരിച്ചാൽ, നമുക്ക് അനിഷ്ടത്തെ ചെയ്യുന്നതെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും തിതിക്ഷ ബോധപൂർവം നമ്മളുടെ ഉള്ളില് വളർത്തിയെടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? സഹനം സർവദുഃഖങ്ങളിലും ആ സഹിഷ്ണുതാ മനോഭാവം, അപ്രതീകാരപൂർവ്വം, യാതൊരു പ്രതികാര ബുദ്ധിയുമില്ലാതെ, ചിന്തയോ വിലാപമോ ഇല്ലാതെ വളർത്തിയെടുക്കണം തിതിക്ഷ. പിന്നെ ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ ഭൗതിക ശാസ്ത്രം മുഴുവൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ സത്യത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി യുക്തിഭദ്രമായി നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഗുരുവിലും ശാസ്ത്രത്തിലും വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് ശ്രദ്ധ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ, അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്.
അതിന് ഹൃദയം ശുദ്ധമാക്കി വെച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളത്തെ പരിപാവനമാക്കി തീർക്കണം. അതിന് മാലിന്യം ഉണ്ടാകരുത്. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അവിടെ ദൈവം വസിക്കും. നമ്മളുടെ ഉള്ളില് നമ്മൾ ശുദ്ധമായ ഒരു കണ്ണാടിയാണെങ്കിൽ സൂര്യൻ അതിൽ പ്രതിഫലിക്കും. കല്ലിൽ സൂര്യൻ പ്രതിഫലിക്കുമോ? ഇല്ല. ദർപ്പണത്തിൽ സൂര്യപ്രതിച്ഛായ അതുപോലെ പ്രതിഫലിക്കുന്നത് പോലെ നമ്മളുടെ ഉള്ളം സാത്വിക പ്രഭാപൂരിതമാക്കി പ്രശോഭിപ്പിക്കുമെങ്കിൽ, അങ്ങനെ വിളങ്ങുമെങ്കിൽ അവിടെ ആ സത്യത്തിന്റെ അഭൗമമായ കാന്തി നമുക്ക് അനുഭൂതമാക്കാൻ കഴിയും. അങ്ങനെ ശ്രദ്ധയുണ്ടായിരിക്കണം. പിന്നെ സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ സമ്യഗാസ്ഥാപനം ബുദ്ധേ ശുദ്ധേ ബ്രഹ്മണി സർവദ. ശുദ്ധമായ ബ്രഹ്മത്തിൽ ഇരിക്കുന്നതാണ് സമാധാനം എന്ന് പറയുന്നത്. അവിടെ ചിത്തത്തിന് ഒരു ഏകാഗ്രത ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ലൗകിക സമ്പത്തല്ല വേണ്ടത്, ആത്മീയ സമ്പത്താണ് വേണ്ടത്. കാരണം ഈ ജന്മം എങ്ങനെയെന്ന് ശ്രദ്ധിക്കണം. ഇനിയും വഹിച്ചുകൊണ്ട് പോകുന്ന ജന്മം ഉണ്ട് എങ്കിൽ അത് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം ജീവിക്കുന്നത് ചിന്തകളിലാണ് എന്ന് തിരിച്ചറിയണം. നമ്മള് ഇന്ന പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ന്യൂസിലൻഡ്, കാനഡ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ എവിടെ ജീവിച്ചാലും, രമ്യഹർമ്മങ്ങളിൽ ജീവിച്ചാലും, കുട്ടിലിൽ ജീവിച്ചാലും അവനവന്റെ മാനസിക ചിന്തകളിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാള് ചിന്തകൾ സ്വസ്ഥമാണോ അസ്വസ്ഥമാണോ എന്ന് വീക്ഷിച്ചിട്ട് സ്വസ്ഥ ചിന്തകളിൽ വസിക്കുന്നവന് സമാധാനം ഉണ്ടാകുമെന്ന് തിരിച്ചറിയും. അങ്ങനെ സമാധാനത്തെ വളർത്തിയെടുക്കും. ശാന്ത്യാദി പരിചീയതാം. ശാന്തി, ദാന്തി, ഉപരതി, ശ്രദ്ധ, തിതിക്ഷ, സമാധാനം. ഇങ്ങനെ ഈ 6 ഗുണങ്ങളെ വളർത്തിയെടുക്കുക. ദൃഢതരം, നല്ല രീതിയിൽ വളർത്തിയെടുക്കുക. കർമാശു സന്ധ്യജ്യത. പൊടുന്നനെ ഈ കർമ്മങ്ങളിൽ നിന്നും സമ്യക്കായി ത്യജിക്കുക. ഇതുവരെ പറഞ്ഞത് വാനപ്രസ്ഥ ആശ്രമത്തിലാണ്. വാനപ്രസ്ഥ ആശ്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മള് നിജഗൃഹാത്തൂർണം വിനിർഗമ്യതാം തുടങ്ങി സംഗത്സത്സു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാതീയതാം ശാന്ത്യാദി പരിചീയതാം. ഇനി അടുത്തത് പറഞ്ഞത് കർമാശു സന്ധ്യജ്യത. കർമ്മത്തെ സമ്യക്കായി ത്യജിക്കണമെന്ന് പറയുമ്പോൾ വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന യജ്ഞോപവീതവും ശിഖയും ഒക്കെ വെച്ചുകൊണ്ടുള്ള കർമ്മങ്ങളുണ്ട്. അതായത് ദിവസവും ചെയ്യേണ്ട, അനുഷ്ഠിക്കേണ്ട അഗ്നിഹോത്രം തുടങ്ങിയുള്ള കർമ്മകാണ്ഡ പ്രതിപാദിതങ്ങളായ കർമ്മങ്ങളിൽ നിന്ന് സമ്യക്കായി വിരാമം പ്രാപിച്ചിട്ട്, വിരതി പ്രാപിച്ചിട്ട് മനസ്സിനെ ശ്രദ്ധിച്ച് ഇതിൽ ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ തോന്നും എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിരതി പ്രാപിക്കാനാണോ പറഞ്ഞത്? അതും മറ്റൊരു തരത്തില് നാം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സന്യസിക്കണം എന്ന് പറഞ്ഞാൽ അഹന്താരഹിതമായി ജീവിക്കണം. അവിടെ കർമാശു സന്ധ്യജ്യത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ ഒരു സന്യാസ വേഷമൊക്കെ എടുത്ത് അങ്ങനെ ജീവിക്കുന്നത് സന്യാസമാണ്, വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്കുള്ള യാത്രയാണ്. അല്ല, ബാഹ്യമായിട്ട് ഏത് വസ്ത്രം ധരിച്ചാലും ഒരാൾ സന്യാസിയാകണമെന്നില്ല. ഏതെല്ലാം ചിഹ്നങ്ങൾ ഉണ്ടായെങ്കിലും സന്യാസിയാകണമെന്നില്ല. എന്നാൽ ഗൃഹത്തിൽ വസിക്കുന്ന ഒരാള് ആന്തരികമായി അഹന്താരഹിതമായിട്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ അയാള് കർത്താവോ ഭോക്താവോ അല്ല. കർത്തൃത്വരഹിതമായ കർമാനുഷ്ഠാനം എന്ന് പറയുന്നത് അയാള് കർമ്മഫല ഭോക്താവല്ല എന്നാണ്. കാമ്യ കർമ്മങ്ങളെ ത്യജിച്ചവനാണ്. അതുകൊണ്ടാണ് ഗൃഹത്തിൽ വസിക്കുന്നവനാണെങ്കിൽ നിവർത്തരാഗനാണ് എങ്കിൽ അവന്റെ ഗൃഹം തപോവനമാണ് എന്ന് പറഞ്ഞത്. നിവർത്തരാഗസ്യ ഗൃഹം തപോവനം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കർമ്മത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അഹന്ത ഇല്ലാതെ ജീവിക്കണം എന്നാണ് പറഞ്ഞത്. കർമ്മത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാല് കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങൾ ഇല്ലാതെ ജീവിക്കാനുള്ള ശ്രദ്ധ. കാരണം ദൈവം സർവവ്യാപിയാണ് എങ്കില് പിന്നെ അതിനകത്ത് നമ്മൾ എവിടെയാ നിൽക്കുന്നത്? സർവത്ര പൂർണ്ണമായിരിക്കുന്ന സർവവ്യാപിയിൽ നിന്ന് മാറി ഞാനിന് നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിയുമ്പോൾ,
ഞാൻ കർത്താവാണ്, ഞാൻ ഇതൊക്കെ ചെയ്തവനാണ്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്, ഞാൻ പറയുന്നവനാണ്, ഞാൻ കേൾക്കുന്നവനാണ്, ഞാൻ കാണുന്നവനാണ്. സർവത്ര പൂർണ്ണമായിരിക്കുന്ന ബോധസത്തയിൽ അല്പം പോലും പലതില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു എന്നുള്ള ഭാവത്തിലേക്ക് ഉയർന്ന് ജീവിക്കുന്നതിനെയാണ് എന്ത് പറഞ്ഞത്? കർമാശു സന്ധ്യജ്യത. പിന്നെയോ സദ്വിദ്വാനുപസർപ്യത. ഇനി സദ്വിദ്വാൻ ഉപസൃപ്യത. ആരെ സമീപിക്കണം? സദ്വിദ്വാനെ സമീപിക്കണം. ആരാണ് സദ്വിദ്വാൻ? യഥാർത്ഥ ഗുരുവിനെ സമീപിക്കണം. ഇത്രയൊക്കെ ആയി കഴിഞ്ഞാല്, ശാന്തിയാദികളൊക്കെ ഉള്ളിൽ വന്നാല്, പിന്നെ സത്യത്തെ ദൃഢമായി ബുദ്ധിയിൽ ഉറച്ചു കഴിഞ്ഞാല് ഇനി സദ്വിദ്വാൻ ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? രാമകൃഷ്ണ പരമഹംസർ പറയും, ഈ ബ്രഹ്മനിഷ്ഠയുള്ളവർക്ക് എന്താ കൊമ്പ് മുളയ്ക്കോ എന്ന് ചോദിക്കും. അവര് സാധാരണമായിട്ടായിരിക്കും ജീവിക്കുന്നത്. കീർത്തിക്ക് ആഗ്രഹിക്കുന്നവരല്ല. യാതൊരു വിധത്തിലും അവരുടെ ജ്ഞാനത്തെ പ്രകടമാക്കാൻ യാതൊരു മാർഗവുമില്ല. ഈ ഉപസൃപ്യത സമീപിക്കണം. ആരെ? സദ്വിദ്വാൻ. ആരാണ് ഈ സദ്വിദ്വാൻ? ശ്രോത്രിയനായിരിക്കണം. ശ്രുതി സാരം നന്നായിട്ട് അറിയുന്ന ബ്രഹ്മനിഷ്ഠനായിരിക്കണം. ഇനി ബ്രഹ്മനിഷ്ഠനാണോ ബ്രഹ്മനിഷ്ഠനല്ലേ എന്ന് എങ്ങനെ ഗ്രഹിക്കുക? അതാണ് സദ്വിദ്വാൻ. എങ്ങനെ നമുക്ക് ബോധ്യപ്പെടും? ജിജ്ഞാസു ആണ് എങ്കിൽ ബോധ്യപ്പെടും. ജിജ്ഞാസുവിന് സദ്വിദ്വാനെ കിട്ടുമോ? കിട്ടും. കാരണം എങ്ങനെയെന്ന് ചോദിച്ചാല്, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, മദ്യപാനികൾ സുഹൃത്തുക്കളായി വരും പോലെ നമ്മളുടെ ഉള്ളിലെ ശ്രദ്ധ സത്യത്തിലേക്കാണ് എങ്കിൽ ഈ പ്രകൃതി ഏകമാണ്, വിശ്വപ്രാണൻ ഏകമാണ്, ഈ ഭുവന ശക്തി അദൃശ്യവും ഏകവുമാണ്. ആ ശക്തി എങ്ങനെയാണ് അവികലമായി സകലതും നടത്തിക്കൊണ്ടിരിക്കുന്നത്, വികലരഹിതമായി സകലതും നടത്തിക്കൊണ്ടത്? അവികലം വിരചേതു എന്ന സൗന്ദര്യലഹരിയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവികലം വിരചേതു. അപ്പൊ അങ്ങനെയാണ് എങ്കില് നമ്മളുടെ ഉള്ളിലെ ശ്രദ്ധയ്ക്കനുസരിച്ച് നമുക്ക് സദ്വിദ്വാൻ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അല്ലാതെ ഇതിന് യാതൊരു മാർഗവുമില്ല. എവിടെവിടെ ഒരു സത്യജിജ്ഞാസു ഉണ്ടായിട്ടുണ്ടോ, ആ സത്യജിജ്ഞാസുവിന് ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരു സ്വാഭാവികമായി പ്രകൃതിയുടെ അനുഗ്രഹത്താൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ് എന്ന് ഒരു സത്യ അന്വേഷിക്ക് കൃത്യമായി ബോധ്യമാകും. നമ്മളുടെ വിവേക വൈരാഗ്യങ്ങൾക്കനുസരിച്ച് ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരു നമ്മളുടെ മുമ്പിൽ വന്നു ഭവിക്കുമ്പോൾ ആ ഗുരുവിന്റെ അടുക്കൽ നിന്ന് ഏത് തരത്തിലാണോ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത്, കാരണം ശ്രുതി പ്രമാണങ്ങൾക്കനുസരിച്ച് വിവരിച്ചു തരാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം സദ്വിദ്വാൻ. നമ്മളുടെ സംശയങ്ങളെ ദൂരീകരിക്കാൻ കഴിവുള്ളവനായിരിക്കണം സദ്വിദ്വാൻ. സത്യാന്വേഷി യുക്തിയും ബുദ്ധിയും അനുസരിച്ച് സംശയ നിവാരണം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഗുരു തന്നെ ആ സത്യാന്വേഷിക്ക് പ്രത്യക്ഷമായി ഭവിക്കും. ബൗദ്ധിക സംശയത്തിനനുസൃതമായ നിവാരണം പ്രകൃതി നിറവേറ്റി കൊടുക്കും. വൈകാരികമായി അസന്തുലിതാവസ്ഥയിലാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള അസന്തുലിതാവസ്ഥയ്ക്ക് സമ്യക് ഭാവം പകർന്നു നൽകി ആന്തരിക ശീതളിമ പകർന്നു നൽകുന്നതിനനുസൃതമായ ഉപദേഷ്ടാവായി അപാര കാരുണികനായ ഗുരു ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കും. ഒരു സത്യദർശിയെ സംബന്ധിച്ച് ക്ഷമയും തിരിക്ഷയും ത്യാഗമനോഭാവവും സഹജമായിരിക്കും. എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നതിനും യാതൊരുവിധ അക്ഷമയും അരസികതയും കാണില്ല. അങ്ങനെ എല്ലാം പ്രകൃതി യഥോചിതം നിർവഹിക്കും എന്നുള്ളതാണ്. പൂർണ്ണാനുഭൂതിയില് ഗുരുനാഥൻ പറയുന്നു, 8 മതങ്ങളിൽ മുട്ടിമരിച്ചൊരു നഷ്ടം കാട്ടും ഗുരുവരനെ. 8 മതങ്ങളിൽ മുട്ടിമരിച്ചൊരു നഷ്ടം കാട്ടും ഗുരുവരനെ.
മുട്ടുക കെട്ടുകൾ വെട്ടാനായിട്ടെട്ടപരങ്ങളിൽ വെട്ടമവൻ. 8 മതങ്ങളിൽ മുട്ടി മരിച്ചൊരു നഷ്ടം കാട്ടും ഗുരുവരനെ മുട്ടുക. 8 മതങ്ങളിൽ മുട്ടി മരിച്ചൊരു നഷ്ടം കാട്ടും ഗുരുവരനെ മുട്ടുക. എന്തിന്? കെട്ടുകൾ വെട്ടാനായിട്ടെട്ടപരങ്ങളിൽ വെട്ടമവൻ. 8 മതങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഡംബ്, അസൂയ, ഈ 8 മതങ്ങളിൽ മതിച്ച് ഭ്രമിച്ച് അവശരായി കഴിഞ്ഞുകൂടുന്ന ജീവാത്മഭാവത്തിന്റെ മിഥ്യാത്മകതയെ ഉദ്ബോധിപ്പിക്കുന്ന സത്യസ്വരൂപനെ സർവാത്മന അഭയം പ്രാപിക്കുക. സദ്വിദ്വാൻ ഉപസൃപ്യത. 8 അപരങ്ങളിൽ വെട്ടം അവൻ മാത്രമാണ്, അവനെ മുട്ടുക എന്നാണ് പൂർണ്ണാനുഭൂതിയില് ഗുരുനാഥൻ പറയുന്നത്. അവനെ മുട്ടുക. കാരണം 8 അപരങ്ങൾ എന്ന് പറയുമ്പോ അപര പ്രകൃതി, ഭൂമിരാപോ അനലോ വായു ഖം മനോബുദ്ധിരേവജ അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി രഷ്ടത. ഈ പ്രകൃതിയിൽ രസിച്ച് രമിച്ച് ഭ്രമിച്ച് വശായി പോകുന്ന അവിവേകികളോട് ഗുരു പറയുകയാണ്, നീ നിന്റെ ഈ അഷ്ടരാഗബദ്ധമായിരിക്കുന്ന മാനസിക പ്രക്ഷുബ്ധതകളിൽ നിന്ന് മോചനം നേടൂ കുഞ്ഞേ. സത്യം നിരുപാധികമായ സ്നേഹമാണ്, അവ്യാജമായ കാരുണ്യമാണ്, നിസീമമായ തൃപ്തിയാണ്, അപരിമേയമായ സമാധാനത്തിന്റെ അന്തശീതളിമയാണ്. കുഞ്ഞെ, നീ ആ സത്യത്തിലേക്ക് ശ്രദ്ധിക്കൂ എന്ന് അനുപമ കാരുണ്യ വാരിധിയായിരിക്കുന്ന ഗുരു നിരന്തരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് സദ്വിദ്വാനുപസൃപ്യത 5ാമത്തെ സാധന. 6ാമത്തെ സാധന പറയുകയാണ്, പ്രതിദിനം തത്പാദുകാ സേവ്യത. ദിനം പ്രതി തത്പാദുകാ സേവ്യത. എന്താ പറഞ്ഞത്? ആ പാദുകങ്ങളെ സേവിക്കണം. ആരാ ഈ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ആചാര്യ ഭഗവത് പാദർ, ആദി ശങ്കര ഭഗവത് പാദർ പറയുന്നു, തത്പാദുകാ സേവ്യതാം പ്രതിദിനം. ദിനം പ്രതി ആ പാദുകങ്ങളെ സേവിക്കാൻ. ഗുരുവിനെ സേവിക്കാൻ പറഞ്ഞിട്ടില്ല. ഗുരുക്കന്മാർക്ക് യാതൊരു സേവയും വേണ്ട. ഗുരുക്കന്മാർ ആരുടെയും സേവ കാക്ഷിക്കുന്നവരല്ല. പിന്നെന്താ ഈ തത്പാദുക സേവ്യത എന്ന് പറഞ്ഞേ? അവരുടെ പാദരക്ഷ, അവരുടെ പാദുകം, ആ പാദുകത്തെ സേവിക്കണം എന്ന് പറയുമ്പോൾ ശങ്കര ഭഗവത് പാദര് ഗുരുപാദുക സ്തോത്രം രചിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത്, അനന്ത സംസാര സമുദ്രതാര നൗകായിതാഭ്യാ ഗുരുഭക്തിദാഭ്യാ വൈരാഗ്യ സാമ്രാജ്യദഗു പൂജനാഭ്യാ നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാ. ആ ഗുരുപാദുകങ്ങളെയാണ് ഇവിടെ പ്രതിദിനം സേവ ചെയ്യാൻ പറഞ്ഞത്. ഗുരുവിന്റെ പാദുകങ്ങൾ, പാദരക്ഷ എങ്ങനെയാണ് ഗുരുവിനെ സേവിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? അത് തേഞ്ഞു പോകും, അത് കീറിപ്പോകും. എപ്പോഴും ആ ഗുരുവിന്റെ പാദം സംരക്ഷിച്ചുകൊണ്ട് ഗുരുവിനോടൊപ്പം സദാ നിലനിൽക്കുന്ന ആ പാദകങ്ങൾ, ഞാൻ ഗുരുവിന്റെ പാദങ്ങളെ സേവിക്കുന്നു എന്ന് ഒരിക്കലും പറയില്ല. ഒരഹങ്കാരവും ഇല്ല. അത് കീറിപ്പോയാലും അത് നശിച്ചു പോയാലും അത് എങ്ങനെയൊക്കെ ആയാലും പാദരക്ഷയ്ക്ക്, പാദകങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല, പരിഭവവുമില്ല. അത്ര വിനയഭാവം, അത്ര അഹന്താരാഹിത്യം. ആ അഹന്താരാഹിത്യത്തെ സേവിക്കുന്നവരായിരിക്കണം നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ എളിമയുടെ എളിമ, വിനയത്തിന്റെ വിനയം എത്രമാത്രമായിരിക്കണം ഗുരു സമക്ഷത്തിൽ എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു സാധനയാണ് ഈ 6ാമത്തെ സാധനയായി 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
തത്പാദുകാ സേവ്യത. പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട്, നിന്റെ ദൈവം എവിടെ, എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, ഭക്തരുടെ പാദധൂളിയാൽ അങ്ങ് സ്നാനം ചെയ്യണം, അപ്പോൾ അങ്ങേക്ക് ബോധ്യമാകും. ഭക്തരുടെ പാദധൂളി എന്ന് പറയുമ്പോഴേ, അതുകൊണ്ട് ഗുരു ഭക്തരിയ്ക്കുന്ന ദിക്കിലും ഞാനിതാ കുമ്പിടുന്നേൻ എന്നൊക്കെ ഗുരുസ്തോത്രങ്ങളുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധയോടെ ഭക്തിയോടെ എങ്ങനെ ഗുരുസേവ ചെയ്യണം, ഗുരു സമക്ഷത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് ഗുരുസേവയുടെ മഹത്വം, ഗുരുഭക്തിയെ പറ്റി ഏറ്റവും ഗംഭീരമായി വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് എങ്കിൽ ഗുരുഗീത മാത്രമല്ല. നമ്മളുടെ ജ്ഞാനേശ്വരി വ്യാഖ്യാനത്തില് ഗുരുഭക്തിയെ പറ്റി വളരെ മനോഹരമായിട്ട് ഏതാണ്ട് 90 പേജിലധികം വിവരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് വളരെ ഗംഭീരമാണ്. അത് ഗുരുഗീത പോലെ തന്നെ അതിനേക്കാൾ ഗംഭീരമായി നമുക്ക് മനോഹരമായ ശ്രദ്ധയെയും ഭക്തിയെയും എന്നുവേണ്ട ഹൃദയത്തില് അതുലിതമായ ആനന്ദത്തെയും പ്രദാനം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഗുരുഗീതയിലെ ജ്ഞാനേശ്വരിയുടെ ഗുരുഭക്തി വ്യാഖ്യാന ഭാഗം. എന്തായാലും ഈ ഗുരു നമ്മളോട് പറഞ്ഞു തരികയാണ്, കുഞ്ഞെ നീ ശരീരമല്ല, കുഞ്ഞെ നിന്റെ കണ്ണ്, നിന്റെ ഇന്ദ്രിയങ്ങൾ കാട്ടിത്തരുന്നത് സത്യമല്ല. ഈ ലോകം മുഴുവൻ മറ്റൊന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയില് സത്യദൃശ്യായ ഗുരു മാത്രം നമ്മളോട് പറയുന്നു, ദൈവം സർവ്വവ്യാപിയാണ്, നിന്റെ ശരീരം നീയല്ല, നിന്റെ ചിന്ത നീയല്ല, നീ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയുന്നത് പരിമിതത്തെയാണ്, ഈ പരിമിതത്തെ നിലനിർത്തുന്ന അപരിമേയമായ സത്യവസ്തുവാണ് യഥാർത്ഥം, അതാണ് നിന്റെ സ്വരൂപം എന്നൊക്കെ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുമ്പോൾ ആ ഗുരുപാദുകത്തെ സേവ ചെയ്യുന്നവരായിട്ട് നമ്മൾ പ്രതിദിനം മാറണം. പ്രതിദിനം തത്പാദുക സേവ്യത ബ്രഹ്മൈകാക്ഷരമർത്യത. പിന്നെ ഗുരുവിനോട് പറയണം, ഗുരു ആ ബ്രഹ്മബോധം ഏക അക്ഷരമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന, സർവത്ര പൂർണ്ണമായിരിക്കുന്ന അക്ഷരം, ബ്രഹ്മൈകാക്ഷരം, അക്ഷരം ക്ഷരരഹിതം, നാശമറ്റ, ഉണ്ടാകാത്ത, നശിക്കാത്ത, അതാണ് സർവത്ര പൂർണ്ണമായിട്ടുള്ളത്. ആ സർവത്ര പൂർണ്ണമായിരിക്കുന്ന, നശിക്കാത്ത, അക്ഷരമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന അനശ്വര സത്തയെ എന്നെ ഉദ്ബോധിപ്പിച്ചാലും ബ്രഹ്മൈകാക്ഷരമർത്യത ശ്രുതി ശിരോ വാക്യം സമാകർണ്യത. ആ ശ്രുതി ശിരസ്, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം, ശ്രുതി ശിരസ് എന്ന് പറഞ്ഞാല് വേദാന്തം, ശ്രുതി ശിരോ വാക്യം എന്ന് പറഞ്ഞാല് വേദാന്ത വാക്യം, ശ്രുതി ശിരോ വാക്യം സമാകർണ്യത എന്ന് പറഞ്ഞാല് സമ്യക്ക് ആകർണ്യത, സമ്യക്കായിട്ട് ശ്രദ്ധയോടെ ആകർണ്യത ശ്രവണം ചെയ്യണം. ശ്രുതി ശിരോ വാക്യം സമാകർണ്യത, വേദാന്ത വാക്യം ശ്രവണം ചെയ്യണം. ഇനി വേദാന്ത വാക്യം എങ്ങനെ ശ്രവണം ചെയ്യണം എന്നാണ്? ശ്രദ്ധയുണ്ടായിരിക്കണം, ഹൃദയം കൊണ്ട് കേൾക്കണം, ഹൃദയം കൊണ്ട് ശ്രവണം ചെയ്യണം, അഹന്താരഹിതമായി ശ്രവണം ചെയ്യണം, ഏകാഗ്രത ഉണ്ടായിരിക്കണം, അതിന്റെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് ശ്രവണം ചെയ്യണം, പറയുന്ന കാര്യങ്ങളുടെ സാരം ഗ്രഹിക്കാൻ കഴിയണം. ഇന്ന് പുരാണ ഇതിഹാസ കഥകളും അല്ലെങ്കിൽ ഗുരു ഉദ്ബോധിപ്പിക്കുന്ന കഥകളും ഒക്കെ പറയുമ്പോൾ കഥ കേൾക്കും, സാരം ഗ്രഹിക്കത്തില്ല. സാരഗ്രഹണ സമർത്ഥത ഉണ്ടായിരിക്കണം, ചിത്ത ഏകാഗ്രത ഉണ്ടായിരിക്കണം, സമ്യക്കായിട്ട് ശ്രവണം ചെയ്യണം. പിന്നെയോ സതു ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതോ ദൃഢഭൂമി എന്ന് പറയുന്നത് യോഗശാസ്ത്രം, പാതഞ്ജല യോഗസൂത്രം. സതു ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതോ ദൃഢഭൂമി. ദൃഢഭൂമി വരണമെങ്കിൽ ഈ നിരന്തരം ശ്രവണം ചെയ്യണം, വർഷങ്ങളോളം ശ്രവണം ചെയ്യണം, ദീർഘകാലം ശ്രവണം ചെയ്യണം. അപ്പോൾ ശ്രുതി ശിരോ വാക്യം സമാകർണ്യതാം, വേദാന്ത വാക്യങ്ങള് സമ്യക്കായി ആകർണ്യതാം ശ്രവണം ചെയ്യണമെന്ന് പറയുമ്പോൾ ശ്രദ്ധയോടെ, മഹത്വബുദ്ധിയോടുകൂടി, ഏകാഗ്രതയോടുകൂടി, സാരഗ്രഹണ സമർത്ഥതയോടുകൂടി ദീർഘകാലം ശ്രവണം ചെയ്യണം
നമ്മളുടെ വേദം എടുത്ത് നോക്കിയാൽ 90%, 90% കർമ്മകാണ്ഡമാണ്. കുറച്ച് മാത്രമേ ഉള്ളൂ ജ്ഞാനകാന്ഡം. ആ ജ്ഞാനകാന്ഡത്തില് വേദാന്ത വാക്യം എന്ന് പറയുമ്പോൾ നമ്മൾ മഹാവാക്യം എന്ന് പറയും. മഹാവാക്യം 4 മാത്രമല്ല, നമ്മളുടെ വേദാന്ത പ്രചരണാർത്ഥം സത്യദർശികളായ ഗുരുക്കന്മാര് വേദപ്രതിപാദിതങ്ങളായ 4 മഹാവാക്യങ്ങളെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഋഗ്വേദത്തിലെ ഐതരേയ ഉപനിഷത്തില് പ്രജ്ഞാനം ബ്രഹ്മ ഉണ്ട്. യജുർവേദത്തിലെ ബൃഹദാരണ്യകോപനിഷത്തില് അഹം ബ്രഹ്മാസ്മി ഉണ്ട്. സാമവേദത്തിലെ ചാന്തോക്യ ഉപനിഷത്തില് തത്വമസി ഉണ്ട്. അഥർവത്തിലെ മാണ്ഡൂക്യത്തില് അയമാത്മാ ബ്രഹ്മമുണ്ട്. ഇവിടെ ജീവ ബ്രഹ്മ ഐക്യത്തെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. കുഞ്ഞെ, നിന്റെ ജീവഭാവം നീ അറിയുന്ന രീതിയിലല്ല. ത്വം ഹി ബ്രഹ്മ, ത്വം തത് അസി, അഹം ബ്രഹ്മ അസ്മി എന്ന് അനുസന്ധാനം ചെയ്യുന്നതിന് ഒരു സാധകനെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള വാക്യങ്ങൾ. അപ്പോഴ് ആ സത്യത്തെ ഉദ്ബോധിപ്പിക്കുന്ന വാക്യങ്ങളെ നമ്മൾ ശ്രവണം ചെയ്യണം എന്നർത്ഥം. രണ്ടാമത്തെ ആ ശ്ലോകം നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. സംഗത് സത്സു വിധീയത, സത്സംഗത്തില് ഏർപ്പെടണം. ഭഗവതഃ ദൃഢാഭക്തി ആധീയത, ഭഗവാനില് ദൃഢമായ ഭക്തി വളർത്തിയെടുക്കണം. ശാന്ത്യാദി പരിചീയത, ശാന്തി തുടങ്ങിയ നല്ല ഗുണങ്ങൾ ഉള്ളിൽ വളർത്തിയെടുക്കണം. എന്തുകൊണ്ട്? നഹി കല്യാണകൃത് കച്ചിത് ദുർഗതി താത ഗച്ഛതി. നന്മ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി വരില്ല. നല്ലത് ചിന്തിക്കുക, സത്യന്ത, സത്വാക്ക്, സത്പ്രവർത്തി. ശാന്ത്യാദി, ശാന്തി, ശമം, ദമം, ശാന്തി, ദാന്തി, ദമം, ഉപരതി, ശ്രദ്ധ, തിരിക്ഷ, സമാധാനം. കർമാശു സംത്യജ്യത, അഹങ്കാരഹിതമായ കർമ്മം, കർമ്മകാണ്ഡ പ്രതിപാദിതങ്ങളായ കർമ്മത്തിൽ നിന്നുള്ള മോചനം, സന്യാസത്തിലേക്കുള്ള പ്രവേശനം. പിന്നെയോ ആ സന്യാസ പ്രവേശനത്തിനോടൊപ്പം അത് ബാഹ്യമായിട്ടല്ല, എല്ലാം ആന്തരികമായിട്ടാണ് നടക്കേണ്ടത്. സദ്വിദ്വാൻ ഉപസൃപ്യത, സദ്വിദ്വാനെ സമീപിക്കണം. പ്രതിദിനം തത്പാദുക സേവ്യത, ബ്രഹ്മൈകാക്ഷരം അർത്ഥ്യത, ബ്രഹ്മ ഏക അക്ഷരത്തിന് വേണ്ടി അഭ്യർത്ഥിക്കണം, അതിൽ തന്നെ ഉപാസിക്കണം, അതിന് തന്നെ അർച്ചന ചെയ്യണം. ശ്രുതിശിരോ വാക്യം സമാകർണ്യത, ശ്രുതിശിരസാകുന്ന മഹാവാക്യങ്ങള് സമ്യക്കായി ശ്രവണം ചെയ്യണം. സംഗത് സത്സു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം, ശാന്ത്യാദി പരിചീയതാം ദൃഢതരം കർമാശു സന്ത്യജ്യതാം, സദ്വിദ്വാനുപസൃപ്യതാം പ്രതിദിനം തത്പാദുകാ സേവ്യതാം, ബ്രഹ്മൈകാക്ഷരമർത്ഥ്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം. ഈ സാധനാ സോപാനങ്ങളിൽ കൂടി പടിപടിയായി കടന്ന് ഇതിന്റെ പഠിതാക്കളായ ഓരോരുത്തർക്കും ആ സത്യത്തിൽ ശ്രദ്ധയുണ്ടായി, ഭക്തിയുണ്ടായി, ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നതിന് ആദിശങ്കര ഭഗവത്പാദരുടെ അനുപമമായ കൃപാ കടാക്ഷം ഹൃദയ ചൈതന്യമായി നിതരാം ലഭിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നതിനും ഇത്രയും നേരം സംവദിക്കുന്നതിന് അദൃശ്യമായ ശക്തി പകർന്നു തന്ന അനുപമതയാവാരിധിയായ ആദിശങ്കര ഭഗവത്പാദരുടെ തൃച്ചേവടികളിൽ പ്രണാമ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അഭിന്ന സ്വരൂപമായിരിക്കുന്ന, സത്യസ്വരൂപമായിരിക്കുന്ന, അരൂപരൂപസ്വരൂപനായിരിക്കുന്ന എന്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണാമ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം സംവദിച്ചു കൊണ്ടിരുന്ന ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ഓം വാക് യജ്ഞേന കൽപതാ. വളരെ സന്തോഷം മാതാജി, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ലയിച്ചിരുന്നു പോയി ഇവിടെ നിന്ന് അനങ്ങാൻ പോലും തോന്നിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത. ഇതിനകത്ത് ആദ്യം മാതാജി സൂചിപ്പിച്ചിരുന്നു ഭഗവാന്റെ ഭക്തരോടുള്ള പ്രേമത്തെക്കുറിച്ച്. അതിലെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ കൃഷ്ണന്റെ മുമ്പിൽ പൂജയ്ക്ക് കഴിയുമ്പോൾ
അതിനകത്തൊരു ഭഗവത്ഗീതയിലെ തന്നെ 17ാമത്തെ അധ്യായത്തിലെ ശ്ലോകമാണ് മന്മന ഭവ മദ്ഭക്തോ മത് യാജീമാ നമസ്കുരു മാമേ വൈശസ്യ സത്യം തേ പ്രതിജാനെ പ്രിയോസി എന്ന് ഭഗവാൻ ഭക്തർക്ക് ഇത് കൊടുക്കുന്ന വാക്ക് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഘട്ടം സൂചിപ്പിച്ചിരുന്നു. അതൊന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഉള്ള ഒരു സമയം ഇതിനു വേണ്ടി അനുവദിക്കുക. 2 മിനിറ്റ് സമയം. ജയേട്ടൻ. ജയശങ്കര ജയശങ്കര. മാതാജിയോട് ഇന്ന് ചോദിക്കാനൊന്നുമില്ല. ഇന്നത്തെ ക്ലാസ് പ്രത്യേകിച്ചും എന്താണ് അറിവ്, ഫുള്ളി ലോറഡ് വിത്ത് നോളജ് എന്നൊറ്റ വാക്കേ പറയാനൊക്കെ ഉള്ളൂ. അറിവിൻ്റെ പൂർണ്ണമായ ഒരു രൂപം ഇന്ന് നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. സത്സംഗത്തിൻ്റെ മഹത്വം പറഞ്ഞു, ശ്രദ്ധാഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെ മോക്ഷമാർഗത്തെ എങ്ങനെ നിവേദനത്തോടുകൂടി ചെയ്യണം എന്ന് മാതാജി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഭഗവാനിൽ ദൃഢമായ ഭക്തി ഉണ്ടാവണം. അപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ ഭജഗോവിന്ദവും പഠിക്കുന്നുണ്ടല്ലോ. ഭഗവാനിൽ ദൃഢമായ ഭക്തി ഉണ്ടാവണം. പ്രഹ്ലാദൻ്റെയും ധ്രുവൻ്റെയും എല്ലാം എക്സാമ്പിൾസൊക്കെ പൂർണ്ണമായും മനസ്സിലേക്ക് അമ്മ പറഞ്ഞു തരികയുണ്ടായി. പിന്നെ ശരിക്കും ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ കുറച്ച് മുമ്പ് സംസ്കൃത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതുപോലെ ആപദകിം കരണീയം ചരണീയം സ്മരണയുഗളമമ്പായാം എന്നുള്ളൊരു ഭാഷ എനിക്ക് ചിന്തയിൽ വന്നു. അതുപോലെ തന്നെ എനിക്കൊരു ടേക്ക് അവേ സത്യത്തിൽ പിന്നെ തിദിക്ഷയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. പിന്നെ അതുകൂടാതെ തന്നെ ഗുരുഭക്തിയെക്കുറിച്ച് അത് ശങ്കരാചാര്യസ്വാമികൾ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്മ തന്നെ പറയുകയുണ്ടായി. ഗുരുചരണാംബുജ നിർഭര ഭക്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിദിനം തത്പാതുക സേവനം, വിനയം, ലാളിത്യം, ഇവയൊക്കെ വളരെ മനോഹരമായിട്ട് മനസ്സിലേക്ക് അത് അരക്കിട്ടുറപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ എനിക്കൊരു ടേക്ക് അവേ എന്നുള്ളത്, എ സിംഗിൾ ടേക്ക് അവേ, സത്വാന്വേഷിക്ക് ഗുരു പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞത് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അതൊരു എന്തോ കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വാചകമാണ് ഇന്ന് മാതാജി പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ ഗോവിന്ദപാദരെ തേടി നടന്ന ആ ഒരു ചിത്രം മനസ്സിൽ വന്നു. അപ്പോൾ ഏതായാലും ചോദ്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ക്ലാസ് വളരെയധികം അർത്ഥഗാംഭീര്യമുള്ളതായിരുന്നു, അർത്ഥഗർഭമായിരുന്നു. അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുന്നതാണ് എന്ന് വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. നമസ്തേ മാതാജി. മാതാജി നമസ്തേ. നമസ്തേ. എനിക്കിപ്പോ മാതാജിയുടെ ക്ലാസ് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഭാഗവതത്തിലെ പൃഥു മഹാരാജാവ് പറയണില്ലേ, ഒരു 10,000 ചെവികൾ തരണമെന്ന്. അപ്പൊ ഇങ്ങനെ മഹത്തുക്കൾ ഇങ്ങനെ ആത്മവിദ്യയാകുന്ന രസം ഇങ്ങനെ വിളമ്പുമ്പോ അത് ആ ചെവി കൂടെ ശരിക്കും കർണനാടി പറഞ്ഞ പോലെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അത് ശരിക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും ആ ക്ലാസ്സുകളിലൊക്കെ ഇതിങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോ ശരിക്കും ആ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും നമ്മളത് കേൾക്കുമ്പോ പതഞ്ജലിയുടെ പറഞ്ഞ പോലെ സതു ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിത ദൃഢഭൂമി, അങ്ങനെ ആ ഒരു ദൃഢഭൂമി നമ്മുടെ ഇവിടെയുള്ള ഈ ക്ലാസ് ശ്രവിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും വളരെയധികം കൃതാർത്ഥരാണ്. ഈ ക്ലാസ് മാതാജിയുടെ ഓരോ ക്ലാസ്സുകളിലും അനുഭവിക്കുകയാണ്. ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയാണ് ആത്മവിദ്യ. അതാണ് എനിക്ക് പറയാനുള്ളത്, വേറൊന്നും പറയാനില്ല. നമസ്തേ. നമസ്തേ. ഏകദേശം 40 പേരോളം അമ്മയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരുന്നൊരു തീർച്ചയായിട്ടും ഓരോ ക്ലാസ്സും മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും അനുഗ്രഹം നൽകുന്നതും തന്നെയാണ്. കൂടുതലൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഈ അവസരം കിട്ടിയതിൽ ഞങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രണാമം അർപ്പിക്കുന്നു. ഹരി ഓം. നമസ്തേ മാതാജി. നമസ്തേ ഉഷാജി. മാതാജി, ഇന്നത്തെ ക്ലാസ്സിലൂടെ ശരിക്കും ആ സാധനാ ചതുഷ്ടത്തെ നമ്മളെ നിത്യജീവിതത്തില് നമുക്ക് ആന്തരികമായിട്ട് എന്താണ് വരേണ്ടതെന്നുള്ളത് ശരിക്കും അതിൽ കൂടെ മാതാജി വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. മാതാജി പറയുന്നത് കേൾക്കുമ്പം എനിക്ക് തരുന്ന ഒരു ഉപദേശം പോലെ മാത്രമാണ്, എന്നെ മാത്രം മുമ്പിൽ ഇരുത്തി ഉപദേശിക്കുന്ന പോലെ എനിക്ക് കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ആ വാക്കുകൾ വരികയാണ്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ അതുപോലെ മാതാജി പറഞ്ഞത് എത്ര ശരിയാ. ശരിക്കും ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളും മാതാജി കോട്ട് ചെയ്ത് പറഞ്ഞു. അത് എത്ര ശരിയാണെന്നുള്ളത് ശരിയാ. സത്സംഗത്തിൽ കൂടെ ആ ഭക്തി ഉണ്ടായി കഴിയുമ്പോൾ
18-ാം അധ്യായത്തില് അവസാനം ഭഗവാൻ പറയുന്നുണ്ടല്ലോ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ആ വാക്കുകളാണ് എപ്പോഴും ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും ഷാജി. പിന്നെ ഞാൻ ഒരു ചെറിയ സംശയം കൂടെ ചോദിച്ചോട്ടെ മാതാജി. ശമവും ദമവും പറഞ്ഞിട്ട് ഉപരമ എന്നാണോ പറഞ്ഞത്, അതോ ഉപരതി എന്നാണോ മാതാജി? ഉപരമം എന്നും പറയും, ഉപരതി എന്നും പറയും, രണ്ടും ഒന്ന് തന്നെയാ. ബാഹ്യ അനാലംബനം വൃത്തി എന്ന് വെച്ചാൽ ബാഹ്യ വൃത്തികളിലേക്ക് പോകാതെ ആത്മാകാര വൃത്തിയിൽ ശ്രദ്ധ നിർത്തുക. എന്നുവെച്ചാൽ വിഷയാകാര വൃത്തി വരാതെ ആത്മാകാര വൃത്തിയിൽ നിർത്തുക. അതാണ് ഉപരത. ഉപരതി അല്ലെങ്കിൽ ഉപരമം എന്ന് രണ്ടും ഒന്നാണ്. രണ്ടു തരത്തില് ശാസ്ത്രഭാഗത്തിൽ അത് പറയും. നേരത്തെ ഉള്ള ഒരു ക്ലാസ്സിലെ മാതാജി ഉപരതി എന്നായിരുന്നു പറഞ്ഞത്. ഉപരതി എന്ന് പറഞ്ഞാൽ നമ്മൾ തത്വബോധത്തിൽ ഉപരതി എന്ന് പറയുന്നു. അത് അന്ന് തന്നെ ഉപരമം. അത് തന്നെ. അപ്പൊ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് സ്വധർമ്മ അനുഷ്ഠാനം ഉപരതിയാണ് എന്ന് പറഞ്ഞാല് നമ്മള് ആത്മാകാര വൃത്തിയോടുകൂടി സകല കർമ്മങ്ങൾക്കും മുന്നേ നിൽക്കുന്ന കർമ്മരഹിതമായിരിക്കുന്ന ആ ചൈതന്യം തന്നെ സകല കർമ്മങ്ങളിലും നിറഞ്ഞു വിളങ്ങുന്നു എന്നറിയുമ്പോൾ കർമ്മം ധർമ്മമാകുന്നു. കർമ്മങ്ങൾ ഞാൻ കർത്താവല്ല എന്നറിഞ്ഞുകൊണ്ട് ആത്മചൈതന്യത്തിന്റെ വൈഭവത്താലാണ് നടക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് കർമാനുഷ്ഠാനം ചെയ്യുമ്പോൾ കർമ്മം ധർമ്മമാകും. അതുകൊണ്ട് സ്വധർമാനുഷ്ഠാനം ഉപരതിയാണ്. അങ്ങനെ നേരത്തെ അതിന് വളരെ വിശദീകരണം നമ്മൾ തത്വബോധത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് ഉപരതി എന്നായിരുന്നു പറഞ്ഞെന്നുള്ളത്. ഉപരതി ഉപരമോ ഒന്നാണ് ഷാജി, ഒന്നാണ്. വളരെ സന്തോഷം മാതാജി. പിന്നെ സമയം പോലെ മതി, ഇന്നത്തെ സമയം കഴിഞ്ഞു പോയി. ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞ് നമുക്കിപ്പോ ഒരാളിനോട് പറഞ്ഞ ആരും ഞാൻ ഉൾപ്പെടെ ആരും വിശ്വസിക്കുന്നില്ല. എന്റെ തലത്തിൽ നിൽക്കുന്നവർക്ക് ആർക്കും ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ഉദാഹരണം ഇന്ന് വേണമെന്നില്ല മാതാജിയുടെ സമയം കഴിഞ്ഞെങ്കിൽ അത് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചം ഇല്ല എന്നല്ല, നാം കാണുന്ന രീതിയിലല്ല. ഈ പ്രപഞ്ചം നാം കാണുന്ന രീതിയിലല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇരുട്ടത്ത് കിടക്കുന്ന കയറില് പാമ്പിനെ തോന്നി അനുഭവിക്കുന്നു. അപ്പൊ പാമ്പ് ഇരുട്ടത്ത് കിടക്കുമ്പോ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പിന്റെ തല അനങ്ങുന്നു, വാലനങ്ങുന്നു, അതിന് പുള്ളിയുണ്ട്, അത് എഴയുന്നു, അയ്യോ അത് കടിക്കാൻ വരുന്നു, ഇതെല്ലാം തോന്നും ഇരുട്ടത്ത് കിടക്കുമ്പോ. കയറില് പാമ്പ്, പക്ഷെ പാമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പാമ്പുണ്ടായിട്ടില്ല. അതിൽ എന്ത് മാത്രമാണുള്ളത്? കയറാണ്. കയർ മാത്രമേ ഉള്ളൂ. അതുപോലെ പൂർണ്ണമായിരിക്കുന്ന സത്യമായിരിക്കുന്ന ഏക ചൈതന്യത്തില് നാമരൂപാത്മകമായ നാമവും രൂപവും ചേർന്ന നാനാവിധ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാല് ഞാനില്ല, നീയും അതുപോലില്ല. അത് എന്റെ ഗുരുനാഥന്റെ ഒരു വരിയാണ്. എന്ന് പറഞ്ഞാല് ഈ ഞാനും ഇല്ല നീയും ഇല്ല, ഈ ഭേദങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഭേദം എന്തുകൊണ്ട് തോന്നി? അജ്ഞാനത്താൽ, അജ്ഞാന അന്ധകാരത്താൽ. അന്ധകാരത്തിൽ ഇരുട്ടത്ത് കിടന്ന കയറില് പാമ്പ് തോന്നിയതുപോലെ ഈ അദൃശ്യവും അരൂപവും സർവത്ര പൂർണവുമായിരിക്കുന്ന ബോധത്തില്, ബ്രഹ്മത്തില്, ഏക ചൈതന്യത്തില് അജ്ഞാനത്താൽ അറിവില്ലായ്മയാൽ ഈ നാമവും രൂപവും തോന്നുകയാണ്. എങ്ങനെ? കയറില് പാമ്പ് തോന്നിയതുപോലെ ബ്രഹ്മത്തില് ജഗത്ത് തോന്നുകയാണ്. കയറില് പാമ്പ് തോന്നിയതുപോലെ ബ്രഹ്മത്തില് ജഗത്ത് തോന്നുകയാണ്. കയറില് പാമ്പില്ല എന്ന് എപ്പോഴാ മനസ്സിലായത്? വെളിച്ചം കൊണ്ടുവന്നപ്പോഴാ മനസ്സിലാക്കി. അതുപോലെ ബ്രഹ്മത്തിൽ ഈ ജഗത്തില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം കൊണ്ടുവരണം, ജ്ഞാനപ്രകാശം ഉള്ളിൽ വരണം. ജ്ഞാനപ്രകാശം ഉള്ളിൽ വരണമെങ്കിൽ എന്ത് വേണം? അജ്ഞാനം പോകണം. അജ്ഞാനം പോകണമെങ്കിൽ എന്ത് വേണം? സാധന സോപാനം നമ്മൾ കയറണം. അപ്പൊ നമ്മൾ ഓരോ സോപാനം കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഓരോ സോപാനവും പൂർണ്ണമായിട്ട് നമ്മളുടെ ഉള്ളിൽ അങ്ങനെ വളർന്നു വരണം. അപ്പൊ ജ്ഞാന പ്രോജ്വലനം, ജ്ഞാന പ്രജ്വാലനം നമ്മളുടെ ഉള്ളില് നടക്കും. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ജഗത്ത്, കാണുന്ന വസ്തുക്കൾ കാണുന്ന രീതിയിലല്ല. ആ കാണുന്ന ജഗത്തിനെയാണ് ജഗത്ത് എന്ന് പറഞ്ഞത്. അത് മിഥ്യയാണ്. ഇതിന്റെ സ്വരൂപം ബ്രഹ്മമാണ്. സർവവ്യാപി രണ്ടുണ്ടാവില്ലല്ലോ.
ഇല്ല ഇല്ല. അപ്പൊ ആ അപ്പൊ നമ്മൾ കാണുന്ന ഇന്ദ്രിയങ്ങൾ കാട്ടിത്തരുന്ന അസത്യമാണ്. ഇനി അടുത്ത അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ബ്രഹ്മം ജഗത്ത് മിഥ്യ എന്നുള്ളത് വിശദീകരിക്കുന്ന രീതിയിൽ അത് അങ്ങനെ പൊടുന്നനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, എങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ വസ്ത്രം കാണുന്നു, വസ്ത്രം കാണുമ്പോഴ് വസ്ത്രത്തില് എന്താണുള്ളത്? നൂലല്ലേ? അതെ പക്ഷെ നമ്മൾ വസ്ത്രം കാണുമ്പോ നൂല് മറന്നു പോകത്തില്ലേ? അതെ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? നൂലേ ഉള്ളൂ. അതെ അതേ ഉള്ളൂ. തിരമാല കാണുമ്പോൾ അതിൽ ജലമേ ഉള്ളൂ. മനസ്സിലായി. പക്ഷെ തിരമാല എന്നാ നമ്മൾ പറയുന്നത്. അതെ ജലത്തെ മറന്നും പോകും. അതുപോലെ ഈ ജഗത്തിന് കാണുന്നവർ നാമരൂപങ്ങളെ ദർശിക്കുമ്പോൾ ബ്രഹ്മത്തെ മറന്നുപോകും. അത് ബ്രഹ്മം തന്നെയാണ് ഈ ജഗത്തായി ഭാസിക്കുന്നത്. കാണുന്നത്. കുറച്ചുകൂടി ശ്രദ്ധയോടെ വളരെ വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ തന്നെയും ഈ ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞാൽ നാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന അസത്യം. മനസ്സിലായി മാതാജി. നമസ്തേ മാതാജി, വളരെ നമസ്തേ. നമസ്തേ. അപ്പോൾ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം എന്ന് കരുതുന്നു. വേറെ ആർക്കെങ്കിലും ഉണ്ണികൃഷ്ണൻ സാർ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങ് ഇല്ല. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ദിഗ്വിജയത്തിന്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്തേ ജി മാതാജി. നമസ്കാരം. നമസ്തേ. നമസ്തേ. ജയശങ്കര. 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 നമസ്തേ ജയശങ്കര. ജയശങ്കര. നമസ്തേ.